തിരുനാവായ മഹാമാഘം സംഘടിപ്പിച്ചിരിക്കുന്നത് തടയുവാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നടപടി തികച്ചും മ്ലേച്ഛമാണ്. കാരണം മറ്റ് എല്ലാ വിഭാഗങ്ങളുടെയും എല്ലാ ആഘോഷങ്ങളും യാതൊരു തടസ്സവുമില്ലാതെ നടത്തിക്കൊടുക്കുന്ന സർക്കാർ ഇത്തരമൊരു ശ്രമത്തിലേക്ക് ഹൈന്ദവ സമൂഹം വന്നപ്പോൾ അതിനെ തടയുക എന്ന് പറയുന്നത് അത് തികച്ചും തെറ്റാണ്. മാത്രമല്ല, അതിൻ്റെ ഏകദേശം 80% പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു തടസ്സപ്പെടുത്തൽ വന്നത്. അത് വേണമെങ്കിൽ ആദ്യമേ പറയാമായിരുന്നു. കളക്ടറെ കണ്ട സമയത്തോ അതുപോലെ മറ്റു ഉദ്യോഗസ്ഥരെയൊക്കെ കണ്ട സമയത്ത് അവർക്ക് പറയാമായിരുന്നു ഇങ്ങനെയൊന്നും നടത്താൻ സാധ്യമല്ല എന്ന്. അപ്പോൾ ഇത് ദിവസം അടുത്ത് വന്ന സമയത്ത്, അതായത് 18-ാം തീയതി, ജനുവരി 18-ാം തീയതിയാണ് മഹാമാഘത്തിൻ്റെ ആദ്യ ദിനം തുടങ്ങുന്നത്. അത് ഫെബ്രുവരി 3 വരെയായിരുന്നു. ആ തുടങ്ങുന്ന ദിവസത്തിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ പറയുകയാണ് ഇത് നടത്താൻ പാടില്ല, അത് വിലക്കിയിരിക്കുന്നു. അത് തീർത്തും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. തിരുനാവായ എന്ന് പറയുന്നത് ഹൈന്ദവനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. അവിടെ ദേശത്തിൻ്റെ രക്ഷയ്ക്കും ജനങ്ങളുടെ അഭിവൃദ്ധിക്കുമായി ബ്രഹ്മദേവൻ യാഗം ചെയ്ത ഭൂമിയാണ് എന്നാണ് വിശ്വാസം. അവിടെ വിശിഷ്ടമായ മാഘമാസത്തിലാണ് ഈ യാഗം നടന്നത്. ഓരോ 12 വർഷം കൂടുമ്പോഴും മഹാമാഘം നടക്കുകയും ഹൈന്ദവ സമൂഹത്തിനെ നയിക്കാനുള്ള പെരുമാളെ തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. ഏകദേശം 250 വർഷം മുമ്പ് ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയാണ് ഇത് നിർത്തലാക്കപ്പെട്ടത്. അങ്ങനെയുള്ള ഒരു ഹൈന്ദവ ആചാരം പുനരുജ്ജീവിപ്പിക്കുമ്പോൾ അതിന് എതിരായി നിൽക്കുന്നത് എന്തിനാണ്? അത് പ്രത്യേകിച്ചും പ്രയാഗ്രാജ് കുംഭമേളയിൽ അതിനുശേഷം കേരളത്തിൽ നിന്നുള്ള ആദ്യ മഹാമണ്ഡലേശ്വരായി സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജിനെ ശ്രീപദ് ദശനാം ജൂന അഖാഡ വാഴിച്ചതോടെ മഹാമാഘം പുനരാരംഭിക്കാനുള്ള ശ്രമമായി. ഇത് കേരളത്തിൽ മാത്രമല്ല ഈ തടസ്സങ്ങൾ കാണുന്നത്. ഇപ്പോൾ തിരുപ്പുറം കുണ്ട്രത്തിൽ ഹൈക്കോടതിയുടെ വിധിയുണ്ടായിട്ടും കാർത്തിക ദീപം തെളിയിക്കാനായില്ല, ദീപത്തുണ്ണിയിൽ തെളിയിക്കാനായില്ല. അതുപോലെ അവിടെ വളരെ രൂക്ഷമായ ഭാഷയിൽ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നിട്ടും തൃപ്തിയാകാതെ സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഹൈന്ദവ ആചാരങ്ങൾ എവിടെയുണ്ടോ അതെല്ലാം ഇല്ലാതാക്കുക, അതിന് പകരം മറ്റ് ആചാരങ്ങൾ, വൈദേശിക ആചാരങ്ങൾ കൊണ്ടുവരിക, അതിന് സർവ പ്രോത്സാഹനം നൽകുക. പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇതാണ് കണ്ടുവരുന്നത്. ഇത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്. ചെറിയ ശതമാനമാണെങ്കിൽ പോലും ഒരുമിച്ച് വോട്ട് ചെയ്യുന്നവരുടെ വോട്ടിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അവർക്കിഷ്ടമില്ലാത്തതൊന്നും നടപ്പാക്കില്ല എന്നുള്ളൊരു തീരുമാനം. അതിന് പകരമായിട്ട് ഹൈന്ദവർ ചെയ്യേണ്ടത്, ഇപ്പോൾ ഹൈന്ദവരിൽ കുറേ ഭാഗം മതേതരരുണ്ട്. കാരണം അവർ വിചാരിക്കുന്നത് അവരുള്ളത് കൊണ്ടാണ് മതേതരത്വം പുലരുന്നതെന്നാണ്. മതേതരത്വം നിലനിൽക്കുന്നത് ഭാരതത്തിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളുള്ളതുകൊണ്ടാണ്. അത് മറ്റൊരു മതത്തിൻ്റെ ഭൂരിപക്ഷമായാൽ എന്ത് സംഭവിക്കുമെന്ന് ചുറ്റുമൊന്ന് നോക്കിയാൽ കാണാം. ലോകത്താകെ 122 ക്രിസ്ത്യൻ രാജ്യങ്ങളും 57-ലധികം ഇസ്ലാമിക രാജ്യങ്ങളുമുണ്ട്. പക്ഷേ ഹൈന്ദവ രാജ്യം ഒന്നുമില്ല. മാത്രമല്ല, ഹൈന്ദവ രാജ്യത്ത് എന്ന് പറയാവുന്ന നേപ്പാൾ അത് അല്ലാതായിരിക്കുന്നു. ഇന്ത്യയിലാകട്ടെ ഹിന്ദുക്കൾക്ക് ഭരണഘടന അനുസരിച്ച് തന്നെ പലപ്പോഴും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ലഭിക്കാറില്ല. ആർട്ടിക്കിൾ 29, 30 ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഉള്ള അവകാശങ്ങൾ ആർട്ടിക്കിൾ 25 പ്രകാരവും 14 പ്രകാരവും ഒക്കെയുള്ള അവകാശങ്ങൾ ഹിന്ദുക്കൾക്ക് ലഭ്യമാക്കാതിരിക്കുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സംസ്ഥാന സർക്കാരുകൾ പ്രത്യേകിച്ച് ശ്രമിക്കുമ്പോൾ അതിനെ ശക്തമായി നേരിടേണ്ടതുണ്ട്. നിയമപരമായും അല്ലാതെ നേരിടേണ്ട ഒരു കാര്യം തെരഞ്ഞെടുപ്പുകളിൽ ഒരുമിക്കുക. ഇപ്പോഴുള്ള ഹൈന്ദവ സമൂഹം തന്നെ ഒരുമിച്ചാൽ മതി ബാക്കി എല്ലാവരും നേരെ വരാനായിട്ട്. അതുകൊണ്ട് പലപ്പോഴും ഇലക്ഷനിലൊക്കെ 1-ാം നമ്പർ ശത്രുവിനെ ചിലയിടത്ത് പരാജയപ്പെടുത്തുവാൻ 2-ാം നമ്പർ ശത്രുവിനെ വിജയിപ്പിക്കേണ്ടി വരും. അങ്ങനെയുള്ള നയസമീപനങ്ങൾ എടുക്കണം രാഷ്ട്രീയമായി. എന്നാലേ ഈ പറയുന്ന 1-ാം നമ്പർ ശത്രു പഠിക്കുകയുള്ളൂ. കാരണം പലയിടങ്ങളിലും ഇപ്പോഴുള്ള ഹിന്ദു വോട്ടനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഹൈന്ദവ വിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ വോട്ടനുസരിച്ച് തന്നെ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അവിടെ ജയിക്കാൻ സാധിച്ചില്ലെങ്കിലും തോൽപ്പിക്കാൻ സാധിക്കുന്ന വോട്ടുണ്ട്. അതുകൊണ്ട്
അങ്ങനെ വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു മാർഗം. രണ്ടാമത്തെ മാർഗം തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇതിനെതിരെ നിയമപരമായി പോരാട്ടം നടത്തുകയും ഗവൺമെൻറ്റുകളെ നിർബന്ധിതരാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഏതായാലും മഹാമാഘം നിർത്തിവെക്കാനല്ല അവിടെ മഹാമണ്ഡലേശ്വർ ഉൾപ്പെടെയുള്ളവർ തീരുമാനിച്ചിട്ടുള്ളത്. അത് തുടർന്ന് നടത്താൻ തന്നെയാണ്. ബഹുമാനപ്പെട്ട കേരള ഗവർണറും അവിടെ എത്തുന്നുണ്ട്. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ മഹാമാഘം വിജയിക്കട്ടെ, ഞങ്ങളും അവിടേക്ക് എത്തുന്നതാണ്.